بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله عاقد أزمة الأمور بعزائم أمره، وحاشد أئمة الغرور بقواسم مكره، وموفق عبيده لمغانم ذكره، ومحقق مواعده بلوازم سكره. أحمده على إسبال ستره حمدا يقود إلى محال عفوه وغفره. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. يا عزيز يا حليم يا غني يا كريم يا واسع يا عليم يا ذا الفضل العظيم، اجعلني عندك دائما وبك قائما ومن غيرك سالما وفي حبك هائما وبعظمتك عالما، وأسقط البين بيني وبينك حتى لا يكون شيء أقرب إلي منك، ولا تحجبني بك عنك، إنك على كل شيء قدير. ബഹുമാനപ്പെട്ട തർജുമാനുൽ ആരിഫീൻ അശ്ശൈഖ് അഹ്മദ് ബിനു അതാഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഉലൂമിഹി, അവരുടെ ഹിക്കമിലെ 244-ാമത്തെ ഹിക്മത്താണ് നാം ഓതുന്നത്. മഹാനവർകൾ പറയുന്നു, ദല്ല ബി ഉജൂദി ആസാരിഹി അലാ ഉജൂദി അസ്മാഇഹി വബി ഉജൂദി അസ്മാഇഹി അലാ സുബൂതി ഔസാഫിഹി وبثبوت أوصافه على وجود ذاته، إذ محال أن يقوم الوصف بنفسه، فأرباب الجذب يكشف لهم عن كمال ذاته ثم يردهم إلى شهود صفاته، ثم يرجعهم إلى التعمق بأسمائه، ثم يردهم إلى شهود آثاره. والسالكون على عكس هذا، فنهاية السالكين بداية المجذوبين، وبداية السالكين نهاية المجذوبين، لكن لا بمعنى واحد، فربما التقيا في الطريق، هذا في ترقيه وهذا في تدليه. വളരെ മനസ്സിലാക്കേണ്ട ധാരാളം വിശാലാർത്ഥമുള്ള അതിമഹത്തായ ഹിക്മത്താണ്. ധാരാളം വിശദീകരണങ്ങൾ മഹാന്മാർ ഇതിനിക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് വാസിലീങ്ങളായ തൊട്ട് മുമ്പത്തെ ഹിക്മത്തിൽ പറഞ്ഞ ഖുസൂസിയത്തിൻ്റെ അഹ്ലുകാർ, ആ ഖുസൂസിയത്തിൻ്റെ അഹ്ലുകാരായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകൾ
അവർ ഖുസൂസികൾ ആവാൻ, ആ ഒരു മർത്തബയിലേക്ക് അവർക്കെത്താൻ രണ്ട് മാർഗമുണ്ട്. ഖുസൂസിയത്തിന്റെ അഹ്ലുകാർ ഖുസൂസിയത്ത് ലഭിക്കാൻ അവർക്ക് രണ്ട് മാർഗമുണ്ട്. ആ രണ്ട് മാർഗമാണ് ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ദല്ല ബിവുജൂദി ആസാരിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു. ബിവുജൂദി ആസാരിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആസാറുകൾ ഉള്ളത് കൊണ്ട്. ആസാറ് എന്ന് പറഞ്ഞാൽ മഖ്ലൂഖാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുക്കവ്വനാത്ത്, അതിനാണ് മഖ്ലൂഖാത്ത്. ആ മുക്കവ്വനാത്താകുന്ന ഈ ലോകമാകുന്ന ഈ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസറുകൾ, അല്ലാഹു തആലയുടെ ഖൽഖിന്റെ ഫാഇല് എന്ന് പറയുന്ന ആ സിഫത്തിന്റെ അസറാകുന്ന മഖ്ലൂഖ് മുക്കവ്വനാത്ത്, അത് ഉണ്ടാവൽ കൊണ്ട് അല്ലാഹു തആല അറിയിച്ചു അലാ ഉജൂദി അസ്മാഇഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുണ്ട് എന്നുള്ളതിന്റെ മേൽ അറിയിച്ചു കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പടച്ചതായ വസ്തുക്കൾ കാണുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ മനസ്സിലേക്ക് ഖാദിർ, മുരീദ്, അലീം, ഹഖ്, മുദബ്ബിർ ഇങ്ങനെയുള്ള കുറേ ഇസ്മുകൾ ഉള്ളവർക്ക് ഇങ്ങനെയുള്ള വസ്തുക്കളെ പഠിക്കാൻ കഴിയുള്ളൂ എന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും. നാം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സാലിക്കീങ്ങളെ പറ്റിയാണ്, മുരീദീങ്ങളെ പറ്റിയാണ്. വബിവുജൂദി അസ്മാഇഹി, അപ്പൊ ഏതൊരു സംഗതി ഉണ്ടായാലും ഇതൊരു കഴിവുള്ളവൻ ഉണ്ടാക്കിയതാണ്, ഇതൊരു അറിവുള്ളവൻ ഉണ്ടാക്കിയതാണ് എന്നുള്ള ഒരു പേര്, ഒരു മുദബ്ബിർ ഉണ്ടാക്കിയതാണ്, ഇതൊരു പടച്ചവൻ ഉണ്ടാക്കിയതാണ് എന്നുള്ള ഇസ്മുകൾ ആദ്യം മനസ്സിലേക്ക് വരും. വബിവുജൂദി അസ്മാഇഹി, ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്മുകൾ ഉണ്ടാവൽ കൊണ്ട് അല്ലാഹു തആല അറിയിച്ചു അലാ സുബൂതി ഔസാഫിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔസാഫ് ഉണ്ട് എന്നുള്ളതിനെ മേൽ അറിയിച്ചു. ആലിമുണ്ടാക്കിയതാകുമ്പോൾ, ബസീർ ഉണ്ടാക്കിയതാകുമ്പോൾ, ഖാലിഖ് ഖൽഖീതാകുമ്പോൾ, മുരീദ് ഇറാദത്ത് കൊണ്ട് ഉണ്ടാക്കിയവനാകുമ്പോൾ ആ പേരുള്ളവനിക്ക് അതിൻ്റെ വസ്ഫുകളെ പറ്റി ചിന്തിക്കും. എന്താണ് ഇതിൻ്റെ വ്യാപ്തി എന്ന് അവൻ ചിന്തിക്കലിലേക്ക് വരും. ഔസാഫുണ്ട് എന്ന് വരും. വബിസുബൂതി ഔസാഫിഹി, ആ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സിഫത്തുകളുണ്ട് എന്നത് കൊണ്ട് അറിയിച്ചു. അലാ വുജൂദി ദാതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ദാത്തുണ്ട്. അല്ലാഹ് എന്ന് പറയുന്ന വസ്ഫുള്ളതായ ഈ പറഞ്ഞ വസ്ഫുകളെല്ലാമുള്ള പരിശുദ്ധമായ ദാത്തുണ്ട് എന്ന് കിട്ടും. എന്തുകൊണ്ട്? ഇത് മുഹാലുൻ, അസംഭവ്യമാണ്. അയ്യകൂമൽ വസ്ഫു ബിനഫ്സിഹി, ഒരു വസ്ഫ്, ഒരു സിഫത്ത്, ഒരു പരിശ് അത് സ്വന്തമായി നിൽക്കുക എന്നത് ഏത് സിഫത്തിനും അതിൻ്റെ മൗസൂഫ് ഉണ്ടായേ പറ്റൂ. ആലിമാണെങ്കിൽ ഇൽമുള്ള ഒരുത്തൻ ഉണ്ടായിരിക്കണം. പ്ലാൻ ചെയ്യുന്ന മുദബ്ബിറാണെങ്കിൽ അവൻ മുദബ്ബിറായ ഒരുവൻ വേണം. എന്നല്ലാതെ തദ്ബീർ എന്ന സിഫത്ത് മാത്രം നിൽക്കൂല, ഇൽമ് എന്ന സിഫത്ത് മാത്രം ഉണ്ടാവൂല. അത് അസംഭവ്യമാണ്. സിഫത്തില്ല, മൗസൂഫില്ലാതെ സിഫത്തുണ്ടാകുക എന്നുള്ളത് അതിനിക്കാരും നിഷേധിക്കുന്നവരുണ്ടാവൂല. അസംഭവ്യമല്ലേ? അതാ അത് മദാഹത്താണ് തെളിവ് പറഞ്ഞത്. സിഫത്തുണ്ട് എന്നുള്ളതിൽ എത്തിക്കഴിഞ്ഞാൽ സിഫത്തുള്ള മൗസൂഫുണ്ട്, അല്ലാഹു തആല ദാത്ത് മുഖദ്ദസ് ഉണ്ട് എന്നുള്ളതിലേക്ക് അവൻ എത്തിപ്പെടും.
ഇതാണ് സുലൂക്കിന്റെ ഖുസൂസിയത്തിന്റെ ഒരു വഴി. ഇതിലേക്കാണ് സുലൂക്ക് എന്ന് പറയാ. മുരീദന്മാരെ മശായിഖന്മാർ തർബിയത്താക്കുന്ന രീതി ഈ നിലക്കാണ് കൊണ്ടുപോകുക അല്ലാഹുവിലേക്ക്. മുരീദിനിക്കുള്ള നിബന്ധന മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ശൈഖിന്റെ നിബന്ധനയും പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇബാദത്തുകളും ദിക്റുകളും ഒക്കെ എന്തായാലും വേണം. അതോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൊണ്ടുപോകുന്ന രീതി. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. കണ്ടോ ഈ മൗജൂദ് ആസാറുകൾ, ഈ ആസാറുകളിൽ നിന്ന് ചിന്തിച്ച് ഈ ആസാറുകൾക്കെല്ലാം അതിൽ നിന്ന് ഈ ആസാറുകൾക്കെല്ലാം അനുയോജ്യമായ ഒരു ഇസ്മുകൾ ഉള്ളവനാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് എത്തണം. എന്നിട്ട് ആ ഇസ്മിന്റെ പ്രത്യേകതകളാകുന്ന സിഫത്തുകളെ പറ്റി മനസ്സിലാക്കണം. അങ്ങനെ ഈ സിഫത്തുള്ളവൻ ആര് എന്നുള്ളതിലേക്ക് ചിന്തിക്കണം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അവർ വാസിലാകും, അവർ ഖുസൂസിയത്തിൽപ്പെടും. ഒരു മാർഗമാണത്. രണ്ടാമത്തെ മാർഗമാണ് മഹാനവർകൾ സൂചിപ്പിക്കുന്നത്. അർബാബുൽ ജദ്ബി യക്ഷിഫു ലഹും അൻ കമാലി ദാതിഹി. രണ്ടാമത്തെ വിഭാഗങ്ങൾ അവർ മറ്റൊരാളെ തസ്കിയത്തിലേക്ക് ആവശ്യമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഡയറക്റ്റായി ഉയർത്തുന്ന വിഭാഗം. അവരാണ് മജ്ദൂബീങ്ങൾ എന്ന് പറയുന്നത്. ഈ ജദ്ബിന്റെ അഹ്ലുകാർ യക്ഷിഫു ലഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കശ്ഫാകും അൻ കമാലി ദാതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ പരിപൂർണമായ ദാത്തിനെ തൊട്ട്. അള്ളാഹിന്റെ ദാത്ത് പൂർണ്ണമായി ഒറ്റ അടിക്ക് അവർക്ക് കശ്ഫായി വരും. ആദ്യം തന്നെ അവർ അടിയിൽ നിന്ന് ചിന്തിച്ച് ചിന്തിച്ച് മേപ്പോട്ട് പോകല്ല, ഡയറക്റ്റ് അള്ളാഹുലേക്ക് അവരെത്തിപ്പെടും. അല്ലാഹു യസ്തബി ഇലൈഹി മൻ യശാ വയഹ്ദി ഇലൈഹി മൻ യുനീബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചവരെ അല്ലാഹുലേക്ക് അല്ലാഹു ഒരൊറ്റ ഇസ്തിബാ ചെയ്യും, പെട്ടെന്ന് അല്ലാഹുലേക്ക് എത്തിച്ചു കൊടുക്കും. വേറൊരു കൂട്ടരെ അല്ലാഹുലേക്ക് ഖേദിച്ച് മടങ്ങുന്ന ആളുകൾ, അല്ലാഹുലേക്ക് മടങ്ങുന്നവർ, യുനീബ് എന്ന വാക്കുകൾ തന്നെ അനാബ മടങ്ങിയെന്ന. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിച്ചു പോകുന്നവർ, മടങ്ങിപ്പോകുന്നവർ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്താക്കി കൊടുക്കും. അവരെ അല്ലാഹു തആലയിലേക്കുള്ള വഴി അവർക്ക് കാണിച്ചു കൊടുത്ത് അല്ലാഹുലേക്ക് എത്തിക്കും. ഹിദായത്തിന് ഖിറാഅത്ത് തരീഖ് എന്നർത്ഥം വെക്കാനോ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തെ അല്ലാഹു തആലയിലേക്ക് അവൻ വഴി കാണിച്ചു കൊടുത്ത് അല്ലാഹുലേക്ക് എത്തിക്കും. അതിന്റെ രൂപമാണ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി പറഞ്ഞത്, ദല്ല ബിവുജൂദി ആസാരിഹി അലാ വുജൂദി അസ്മാഇഹി വബിവുജൂദി അസ്മാഇഹി അലാ സുബൂതി ഔസാഫി വബിസുബൂതി ഔസാഫിഹി അലാ വുജൂദി ദാതിഹി. ഇത് മുഹാലുൻ അൻ യഖൂമൽ വസ്ഫു ബിനഫ്സി. എന്നാൽ രണ്ടാമത്തെ വിഭാഗമായ അർബാബുൽ ജദ്ബ്, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിപൂർണമായ ദാത്തിനെ തൊട്ട് പൂർണ്ണമായി അവർക്ക് അല്ലാഹു തആല ആദ്യം തന്നെ കശ്ഫ് ചെയ്ത് കൊടുക്കും. അവർ നേരെ അല്ലാഹുവിന്റെ ദാത്തും മുഖദ്ദസയെ അവർക്ക് കശ്ഫാകും. അവർ വേറെ ഒന്നിലേക്കും ചിന്തിച്ചിട്ടില്ല, സുലൂക്കിന്റെ ഒരു വഴിയിലേക്കും അവർ പ്രവേശിച്ചിട്ടില്ല, അവർ ഒരു അഖബകളെയും മുറിച്ചു കടന്നിട്ടില്ല. നേരെ അല്ലാഹുവിലേക്കാണ് എത്തിപ്പെട്ടവർ പെട്ടെന്ന്. ധാരാളം ചരിത്രങ്ങൾ അതിനെ സംബന്ധിച്ചുണ്ട്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാമിലായ ദാത്തിലേക്ക് അവരാണ് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ അവര് ഹൈറാനിയത്താകുന്നവരുണ്ട്. അവർ പലതിനെയും നിഷേധിക്കും. അവർക്ക് ശരീഅത്തിന് ചിലപ്പോൾ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. അവരുടെ ഹാല് തന്നെ ഈ ലോകത്താകൂല.
അവർ ഒന്നും അറിയാത്ത മറ്റുള്ള ഒന്നിലേക്കും അവർക്ക് ശ്രദ്ധയില്ലാത്തവരായി വരും. ഓല് ആ ലദ്ദത്തിൽ മുഴുകുന്നവരായതുകൊണ്ട്, പെട്ടെന്ന് ഫനായിലേക്ക് എത്തിപ്പെട്ടവരായതുകൊണ്ട് അവർക്ക് ചില സമയത്ത് മുക്കല്ലഫീങ്ങൾ വരെ ആവൂല. ആശക്കാരെ ഇബ്നു അജീബ മറ്റുള്ള എല്ലാ ആശക്കാർ വിശദമായി സംസാരിക്കുന്നുണ്ട്. പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ദാത്തും മുഖദ്ദസ കശ്ഫായ മഹത്തുക്കൾ അവര് അധികമേയോ ഒരു ശൈഖിന്റെ തർബിയത്തോട് കൂടെ വന്നവരാവൂല. ഇങ്ങനെയുള്ള മഹത്തുക്കൾ അവർക്ക് ചില സമയത്ത് പലതിനെയും അവര് വിസമ്മതിച്ച് എന്ന് വരും, ഇൻകാർ ചെയ്ത് എന്ന് വരും. ഫയസ്കുറു ബിസുഹൂദി നൂരിഹാ ഫയുൻകിറുൽ വാസിതത അസ്ലാ വയുൻകിറു ശറായിഅ ഇല്ലാ അന്നഹു മഗ്ലൂബ്. ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, യാതൊരു അടിയിൽ നിന്ന് മേപ്പോട്ട് കയറിപ്പോവാതെ, ദലീലുകളിൽ നിന്ന് മദ്രൂലിലേക്ക് എത്തിപ്പെടാതെ നേരിട്ട് മദ്രൂൽ ഉൾക്കൊണ്ട മഹത്തുക്കൾ അവർക്ക് മസ്ത് വരും. മസ്താന്മാരിൽപ്പെട്ടവരാകും ഈ മജ്ദൂബീങ്ങൾ. അതിന്റെ പേരിൽ അവരുടെയും അള്ളാഹുവിന്റെയും ഇടക്കുള്ള വാസിത്തനെ അവർ നിഷേധിച്ചെന്ന് വരാം, ശരീഅത്തുകളെ നിഷേധിച്ചെന്ന് വരാം. കാരണം അവർ മഗ്ലൂബീങ്ങളാണ്, അവർക്ക് യാതൊരു ബോധവും ഇല്ലാത്തവരാണ്. അവർ അള്ളാഹുവിൽ ലയിച്ചു പോയി, ഫനായിലാണ് അവരുള്ളവർ. അവരെ പറ്റി ഒന്നും ആക്ഷേപിക്കേണ്ടതില്ല, അവരെ പറ്റി മറ്റുള്ളവർ വിലയിരുത്തുകയും വേണ്ട. പിന്നീട് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന പരിപാടിയുണ്ട്. എന്താ? സുമ്മയറുദ്ദുഹും, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ റദ്ദ് ചെയ്യും, മടക്കും. ഇലാ ശുഹൂദി സിഫാതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ സിഫാത്തിനെ ദർശിക്കലിലേക്ക്, അള്ളാഹിന്റെ സിഫാത്തിനെ പറ്റിയുള്ള ചിന്തയിലേക്ക് പിന്നെ അവർക്ക് വരികയാണ്. ആദ്യം മൗസൂഫാണ് അവർ ഉൾക്കൊള്ളുന്നത്. മൗസൂഫിനെ ഉൾക്കൊണ്ടതിന്റെ ശേഷം ഇത്രയും വലിയതായ അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് ദാത്തും മുഖദ്ദസനിക്ക് ഇന്നാലിന്ന സിഫത്തുകൾ ഉണ്ടാവണ്ടേ എന്നുള്ള ബോധത്തിലേക്ക് അവർ അല്ലാഹു റദ്ദ് ചെയ്യും. ജദുവിലായി കൂടുതൽ സമയം വരെ നിർത്തൂല. സുമ്മ യുർജിഉഹും, ആ സിഫാത്തിന്റെ ശുഹൂദിൽ നിന്ന് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മടക്കും. ഇല തഅമ്മുകി ബി അസ്മാഇഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകളെ കൊണ്ട് ആഴത്തിൽ ചിന്തിക്കലിലേക്ക് അവരെ മടക്കും. പിന്നെ സിഫാത്ത് ഉണ്ടാകുമ്പോൾ ഈ സിഫത്തുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അസ്മാ ആവൂലേ എന്നുള്ള ചിന്തയിലേക്ക് വരും. ഈ സിഫത്തുകളെല്ലാം അല്ലാഹു തആലാക്ക് ഉണ്ടാകുമ്പോൾ ആ സിഫത്തെല്ലാം അല്ലാഹു തആലാക്ക് പേരായി വരണ്ടേ. സുമ്മയറുദ്ദുഹും, പിന്നെ അതിൽ നിന്ന് അല്ലാഹു തആല അവരെ മടക്കിവിടും. ഇലാ ശുഹൂദി ആസാരിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ മുക്കവ്വനാത്തിനെ, പടപ്പുകളെ, ഈ ആലമിനെ കാണലിലേക്ക് അവരെ മടക്കും. അങ്ങനെ വരുമ്പോൾ അവര് പടപ്പുകളെ പറ്റി മനസ്സിലാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് മഖ്ലൂക്കുകളുണ്ട്, ഇവിടെ പലതുമുണ്ട് എന്നുള്ള അവസ്ഥയിലേക്ക് അവരെത്തും. സഹുവിന്റെ അവസ്ഥയിലേക്ക് അവർ മടങ്ങും. അങ്ങനെ സഹുവിന്റെ അവസ്ഥയിലേക്ക് അവരെത്തിപ്പെടുമ്പോൾ അവർക്ക് എല്ലാവിധ തക്ലീഫാത്തുകളും അള്ളാഹുവിനെ ശരീഅത്തനുസരിച്ച് ജീവിക്കുന്നവരും എല്ലാം ആയി വാരും. ഈ ഒരു അവസ്ഥയിലേക്ക് മൗസൂഫായ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അവന്റെ മഖ്ലൂക്കിനെ മനസ്സിലാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുമ്പോൾ പിന്നെ അവർ പരിപൂർണന്മാരാണ്. പിന്നെ ഈ ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവരെ ശൈഖന്മാരാക്കാൻ പറ്റും. ഈ അവസ്ഥ എത്തിപ്പെടുന്നതിന്റെ മുമ്പ് അവരെ ശൈഖന്മാരാക്കാൻ പറ്റൂല. ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി, റന്ദി, ശർക്കാവി അവരെല്ലാവരും അത് വിശദീകരിക്കുന്നുണ്ട്. ഒറ്റടിക്ക് തന്നെ അജദ്ബിന്റെ ഹാലത്തിലുള്ള ഒരാളെ ഒരിക്കലും ശൈഖാക്കാൻ പറ്റൂല. അവർക്ക് മറ്റൊരാളെ തർബിയത്താക്കാനുള്ള കഴിവുണ്ടാവില്ല, അവർക്ക് ബോധം ഉണ്ടാവില്ല.
ഖൽക്കിനെ കാണുന്നതിന്റെ ശേഷമല്ലേ ഖൽക്കിനെ നിയന്ത്രിക്കാൻ പോവുള്ളൂ. ആ വാക്ക് തന്നെ മനസ്സിലാക്കാലോ. ഒരാള് ഖൽക്കിനെ സംബന്ധിച്ചുള്ള ബോധത്തിലേക്ക് എത്തുമ്പോ ഒരാളെ തെർബിയത്താക്കണമെങ്കിൽ ഓനെന്റെ മുരീദാണ് എന്നുള്ള ചിന്തയിലേക്ക് എത്തണ്ടേ. എത്തിക്കഴിഞ്ഞാൽ ശൈഖാക്കാം. അതെത്തുന്നതിന്റെ മുമ്പ് അവർക്ക് ശൈഖാവാനുള്ള യോഗ്യത പോലും ഉണ്ടാവൂല. നേരെ മറിച്ച് അടിയിൽ നിന്ന് മേപ്പോട്ട് കയറിപ്പോയ ഒന്നാം വിഭാഗം സാലിക്കീങ്ങൾ, അവർ വാസിലാവലോടുകൂടെ അവർ ഖുസൂസിയത്തിലേക്ക് എത്തിയതോടുകൂടെ ഫനാഹിന്റെ അവസ്ഥ കുറഞ്ഞ സമയമുണ്ടെങ്കിലും പെട്ടെന്ന് അവർക്ക് സഹുവിലേക്ക് എത്തും. അല്ലെങ്കിൽ തീരെ ഫനാഹിന്റെ അവസ്ഥ അവർക്ക് ഉണ്ടാവില്ല. പെട്ടെന്ന് അവർ മക്കാവിലേക്ക് എത്തിപ്പെട്ടവരായി മാറും. ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വസ്സാലികൂന അലാ അക്സി ഹാദാ, സാലിക്കീങ്ങൾ ഈ പറഞ്ഞ മജ്ദൂബീങ്ങളുടെ എതിരിന്റെ മേലിലാണ്. രണ്ടും രണ്ട് രൂപമാണ്. മജ്ദൂബീങ്ങളെ അവസ്ഥ ഒന്ന് വേറെ, സാലിക്കീങ്ങളെ അവസ്ഥ മറ്റൊന്ന്. ഫനിഹായത്തു സാലിക്കീന, സാലിക്കീങ്ങളുടെ നിഹായത്താകുന്നത്, സാലിക്കീങ്ങൾ സുലൂക്കിൽ പ്രവേശിച്ചു എന്നിട്ട് അവർ എത്തിപ്പെടുന്ന അവസാനത്തെ സംഭവം, അതാണ് നിഹായ. അത് ബിദായത്തുൽ മജ്ദൂബീൻ, മജ്ദൂബീങ്ങൾക്കുള്ള തുടക്കമായിരിക്കും. അത് സാലിക്കീങ്ങൾ അവസാനമായി എത്തിപ്പെടുന്നതാണ് മജ്ദൂബീങ്ങളുടെ തുടക്കം. ബഹുമാനപ്പെട്ട ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഫനിഹായത്തു സാലികീന വഹിയ ശുഹൂദു ദാത്തി. സുലൂക്ക് ചെയ്യുന്നത് എന്തിനാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് വാസിലാകുക. ആ വാസിലാവലിലേക്കാണല്ലോ ശുഹൂദു ദാത്ത്, പൂർണ്ണമായ മഅരിഫത്ത് ലഭിക്കുക. ആ പൂർണ്ണമായ മഅരിഫത്ത് ലഭിക്കുക എന്ന ശുഹൂദു ദാത്ത്, അതാണ് സാലിക്കീങ്ങളെ നിഹായ. അത് ബിദായത്തുൽ മജ്ദൂബീൻ, മജ്ദൂബീങ്ങളുടെ തുടക്കം. അങ്ങനെയാ, അല്ലാത്തൊരു സ്ഥാനമാനാണ് മജ്ദൂബീങ്ങളെ സ്ഥാനം. പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന മഅരിഫത്തിലേക്ക് എത്തിയവർ. വനിഹായത്തുൽ മജ്ദൂബീന, മജ്ദൂബീങ്ങളുടെ നിഹായയാകുന്നത്, മജ്ദൂബീങ്ങളുടെ നിഹായ. വഹിയ, ആ നിഹായയാകുന്നത് ശുഹൂദുൽ അസരി, അസറിനെ കാണുക എന്ന് പറയുന്നതാണ്. ആ പറയുന്ന മജ്ദൂബീങ്ങൾ അവസരമായി എത്തിപ്പെടുന്ന സംഗതി അള്ളാഹിന്റെ ഖൽക്കുകളെ ദർശിക്കുക, ഖൽക്കുകളെ അള്ളാഹിന്റെ ഖൽക്ക് എന്ന നിലക്ക് മനസ്സിലാക്കാൻ കഴിയുക. ആ ഒരു അവസ്ഥ എത്തിപ്പെടുക എന്നുള്ള ബിദായത്തു സാലിക്കീൻ, സാലിക്കീങ്ങളുടെ തുടക്കവുമാകുന്നു. അപ്പൊ സാലിക്കീങ്ങളുടെ തുടക്കം മജ്ദൂബീങ്ങളുടെ അവസാനത്തിൽ ചെന്നുപെട്ടു. മജ്ദൂബീങ്ങളുടെ തുടക്കത്തിലേക്കാണ് സാലിക്കീങ്ങൾ അവസാനമായി എത്തിപ്പെടുക. ലാകിൻ, എങ്കിലും ലാ ബിമഅനം വാഹിദിൻ, രണ്ടും ഒരു മഅനാക്കല്ല. രണ്ടും ഒരു മഅനാക്കാണെന്ന് പറയാൻ പറ്റൂല. സാലിക്കീങ്ങളുടെ നിഹായ മജ്ദൂബീങ്ങളുടെ ബിദായയായി വരുന്നത് സാലിക്കീങ്ങൾക്ക് നിഹായാകുന്ന അതേ നിലക്ക് തന്നെയാണോ മജ്ദൂബീങ്ങൾക്ക് അത് ബിദായയാകുന്നത്? ഉറപ്പല്ലേ? അല്ല. സാലിക്കീങ്ങൾ അതിലേക്ക് കുറേ അധ്വാനിച്ച് നഫ്സിനോടുള്ള മുജാഹദ ചെയ്തു, ഉസ്ലത്തിലേർപ്പെട്ടു. അങ്ങനെ ഓരോരോ നഫ്സിനെ കീഴടക്കാനുള്ള എല്ലാ അഖബാത്തുകളെയും മുറിച്ച് കടന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എത്തിപ്പെടുകയാണ്. മജ്ദൂബീങ്ങളാണെങ്കിലോ ആദ്യം തന്നെ എത്തുകയാണ്. ഇവര് അടിയിൽ നിന്ന് കയറി മുകളിലേക്ക് എത്തിയതാണ്. മജ്ദൂബീങ്ങളാണെങ്കിൽ തുടക്കത്തിൽ തന്നെ അവിടെ എത്തിയതാണ്. രണ്ടും ഒരു മാനാക്കല്ല. ഒന്ന് അടിയിൽ നിന്ന് മേപ്പോട്ട് കയറിപ്പോയി മുകളിലെത്തിയതാണ്. മറ്റ് മജ്ദൂബീങ്ങൾ ആദ്യം തന്നെ അവിടെ എത്തിയിട്ട് അവിടുന്ന് കീപ്പോട്ട് ഇറങ്ങിപ്പോരുന്നവരാണ്. മഹാന്മാർ അത് വിശദീകരിക്കുന്നുണ്ട്.
വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു കൂട്ടർ കയറി പോകുന്നവരും ഒരു കൂട്ടര് ഇറങ്ങിപ്പേറി പോരുന്നവരുമാണ്. പിന്നീട് ലാകിൻ ലാ ബിമഅനം വാഹിദിൻ ഫറുബ്ബമ ഇൽതഖയാ ഫിത്ത്വരീഖി ഫറുബ്ബമ ഇൽതഖയാ ചിലപ്പോൾ രണ്ടാളും കൂട്ടിമുട്ടിയേക്കാം ഫിത്ത്വരീഖി വഴിയിൽ വെച്ച്. പക്ഷെ എന്താ വ്യത്യാസം? ഹാദാ ഫീ തറഖീഹി ഇയാള് അടിയിൽ നിന്ന് മേപ്പോട്ട് കയറി പോകുമ്പോഴാണ് കൂട്ടിമുട്ടുന്നത് കണ്ടുമുട്ടുന്നത്. വഹാദാ മജ്ദൂബ് ഫീ തദല്ലീഹി മുകളിൽ നിന്ന് കീഴ്പോട്ട് വരുന്നവരാണ്, അള്ളാഹുവിൽ നിന്ന് ഖൽഖിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ്. സാലിക്കാണെങ്കിലോ ഖൽഖുകളിൽ നിന്ന് അള്ളാഹുലേക്കുള്ള പോക്ക് പോകുമ്പോഴാണ്. ഈ ഒരാൾ മേൽപോട്ടും ഒരാൾ കീഴ്പോട്ടും പോകുമ്പോൾ രണ്ടാളും വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയെന്നൊക്കെ വരാം. സിഫാത്തിന്റെ ശുഹൂദ്, ആ സമയത്ത് രണ്ടാളുടെയും സ്വഭാവം ഒരേ മാതിരിയായി വരും. സാലിക്കിന്റെ തുടക്കത്തിൽ ഖൽഖിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ, ഉൾക്കൊള്ളുമ്പോഴുള്ള അവസ്ഥ, അത് മജ്ദൂബിനും കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിലുള്ള മറ്റുള്ള കാര്യങ്ങൾ അല്ലാഹുവിന്റെ അസ്മാഇനെ കാണുമ്പോൾ, സിഫാത്തിനെ കാണുമ്പോൾ രണ്ടാളും ഒരേ അവസ്ഥയിൽ എത്തിപ്പെടാം. പക്ഷേ രണ്ടാളുടെയും രണ്ട് പവറിലായിരിക്കും, അത് ഒരേ മാതിരിയല്ല. ഇതാണ് ഇതിന്റെ ഒരു മഅന. ലാകിൻ ലാ ബിമഅനം വാഹിദിൻ ഫറുബ്ബമ ഇൽതഖയാ ഫിത്ത്വരീഖി ഹാദാ ഫീ തറഖീഹി വഹാദാ ഫീ തദല്ലീഹി. അവിടെ വേറൊരു മഅനയുമുണ്ട്. ലാകിൻ ലാ ബിമഅനം വാഹിദിൻ മജ്ദൂബിന്റെ ബിദായത്ത് സാലിക്കിന്റെ നിഹായത്താകുമ്പോൾ അത് രണ്ടും ഒരു മഅനാക്കല്ല. ഒന്ന് നാം പറഞ്ഞത് തന്നെ, സാലിക്ക് കുറെ അധ്വാനിച്ചിട്ട് അവിടെ എത്തിപ്പെട്ടതാണ്, മജ്ദൂബ് ഒരു അധ്വാനവുമില്ലാതെ എത്തിപ്പെട്ടതാണ്. മറ്റൊന്ന് മജ്ദൂബിന്റെ ബിദായത്ത് എന്ന് പറയുന്ന ആ ശുഹൂദു ദാത്തിൽ നിന്ന് അദ്ദേഹത്തിലേക്ക് ആദ്യമായി അല്ലാഹു തആല എത്തിച്ചു കൊടുത്തു. അദ്ദേഹത്തിലേക്ക് കമാലിന്റെ സിഫത്താ, ഏറ്റവും വലിയ കമാലിന്റെ സിഫത്താകുന്ന മുരീദീങ്ങളെ തർബിയത്താക്കാനുള്ള മർത്തബില്ല. നേരെ മറിച്ച് സാലിക് ആ മർത്തബയിലേക്കാണ് എത്തലോട് കൂടെ അദ്ദേഹത്തിലേക്ക് ശൈഖാവാനുള്ള യോഗ്യത ഉണ്ട്. മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ സാലിക്കിന്റെ ബിദായത്താകുന്ന ഖൽഖിനെ കാണുക, മുക്കവ്വനാത്തിനെ കാണുക എന്ന് പറയുന്ന ആ സ്വഭാവം, അത് മജ്ദൂബിന്റെ നിഹായത്തിലേക്ക് എത്തുമ്പോൾ രണ്ടും രണ്ട് ആശയത്തിനാണ്. ഒന്നെന്താ, മജ്ദൂബിനിക്ക് ബക്കായിലുള്ള മർത്തബയിലാണ് എത്തുന്ന മർത്തബ. ഫനാൽ കഴിഞ്ഞ് ബക്കായിലേക്ക് എത്തുമ്പോഴാണ്. നേരെ മറിച്ച് സാലിക്കിനിക്കാണെങ്കിലോ ഓൻ എവിടെയും എത്തിയിട്ടില്ല, ഒരു തനി തുടക്കമാണ്. രണ്ടാളും ഖൽഖിനെ ഉൾക്കൊള്ളുന്നതാണ്. അപ്പൊ അങ്ങനെ പല വ്യത്യാസങ്ങളുമുണ്ട്. അതാണ് മഹാനവർകൾ പറഞ്ഞത് ലാകിൻ ലാ ബിമഅനം വാഹിദിൻ. ഒരാളെ ബിദായത്ത്, മറ്റൊരാളെ നിഹായത്തും, മറ്റൊരാളെ നിഹായത്ത് ഒരാളുടെ നിഹായ ബിദായത്തും എന്ന് പറഞ്ഞത് ഒരു മഅനാക്കല്ല, വലിയ അന്തരമുണ്ട് രണ്ടും തമ്മിൽ. ബഹുമാനപ്പെട്ട ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ പ്രത്യേക കാര്യത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകുന്നുണ്ട്. എന്താ സാദുലി ത്വരീഖത്തിന്റെ പ്രത്യേകത എന്താണത്? വത്വരീഖു സാദുലിയ. സാദുലിയ ത്വരീഖ്, ത്വരീഖാവുമ്പോൾ ഓരോരോ വ്യക്തികൾക്കുള്ള വഴികൾക്കാണ് ത്വരീഖ്. ത്വരീഖത്ത് തന്നെ ഒന്നായിട്ടുള്ള ഇനി പറഞ്ഞതുമാണ്, വിശദീകരിച്ചിട്ടുണ്ട് പലപ്പോഴായിട്ട്. അപ്പൊ സാദുലിയ ത്വരീഖ്, ആ ത്വരീഖിൽ പ്രവേശിക്കുന്ന ആളുകൾ അൽ ഗാലിബു അലൈഹാ അൽ ജംഉ ബൈനൽ ജദ്ബി വസ്സുലൂക് മിൻ അവ്വലി ഖദം. ജദ്ബിന്റെയും സുലൂക്കിന്റെയും ഇടയിൽ ജമ്മു ചെയ്യലാണ് അതിൽ പ്രവേശിക്കുന്ന തുടക്കത്തിൽ തന്നെ. സാദുലിയ ത്വരീഖത്തിന്റെ ശൈഖന്മാര് മുഖേന അതിൽ പ്രവേശിക്കുന്ന ആളുകൾ ഓരോരുത്തർക്ക് ഒരു കുല്ലിവായിദിഹിം ത്വരീഖും മിൻ തുറുഖ്, ഓരോരുത്തർക്ക് അവരവരേതായ തുറുക്ക് ത്വരീഖ്. ആ ത്വരീഖിൽ കൂടെ സാലിക്കായ ആളുകൾ അവർക്ക് രണ്ടും ഉണ്ടാകും, പെട്ടെന്ന് രണ്ടുണ്ടായിത്തീരും, പെട്ടെന്ന് കമാലിലേക്ക് എത്താൻ കഴിയും.
എന്നിട്ട് ജദ്ബ് എന്താണെന്ന് സ്വീകരിക്കുന്നു? മഅനൽ ജദ്ബി ഹുവ ഇഖ്തിതാഫുർ റൂഹി മിൻ ശുഹൂദിൽ കൗനി ഇലാ ശുഹൂദിൽ മുകവ്വിനി. കൗനിനെ കാണുന്നതിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ആസാറിനെ കാണുന്നതിൽ നിന്ന് പെട്ടെന്ന് ആ ആസാറിനെ ഉണ്ടാക്കിയതായ ഈ ആലമിനെ, വസ്തുക്കളെ പടച്ചവനായ ആ പടച്ചവനായ അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ മഅരിഫത്തിലേക്ക് എത്തിപ്പെടുക, ശുഹൂദുൽ മുകവ്വിനിലേക്ക് എത്തിപ്പെടുക. പെട്ടെന്ന് ഇഖ്തിതാഫ്, പറ്റിയെടുക്കുക, റാഞ്ചി കൊണ്ടുപോവുക ഒന്നിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക്. അത് സാദുലി ത്വരീഖത്തിന്റെ വലിയ പ്രത്യേകതയാണ്. അതിൽ പ്രവേശിച്ച മഹത്തുക്കള്, സാദുലി ത്വരീഖത്ത് അംഗീകരിക്കുന്നവർക്ക് ജദ്ബിന്റെ ഹാലത്തും സുലൂക്കിന്റെ ഹാലത്തും രണ്ടും കൂടി അവർക്ക് ജമ ചെയ്യാൻ കഴിഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയും. വഅലം ഇബ്നു അജീബ തങ്ങൾ പറയാണ്, അന്നന്നാസ ഫിൽ ജുംലത്തി അലാ അർബഅത്തി അഖ്സാമിൻ. പൊതുവെ ജനങ്ങൾ 4 ഐറ്റമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന മുഅ്മിനീങ്ങളായ മുരീദന്മാരാകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, ആ ജനങ്ങൾ 4 വിധേനയാണ്. സാലിക്കൂന ഫഖത്ത്, ഒരു കൂട്ടർ സാലിക്കീങ്ങൾ മാത്രമാണ്, മുരീദന്മാർ മാത്രമായിട്ട് ഒരങ്ങനെ ദിക്റും ചൊല്ലി ഒരങ്ങനെ ശൈഖിന്റെ നിർദ്ദേശം അനുസരിച്ച് അങ്ങനെ ജീവിക്കുന്നൊരു വിഭാഗം. അവർക്ക് ശൈഖാവാൻ കഴിയൂല. ഒരു വിഭാഗം അതാണ്, സാലിക്യങ്ങൾ മാത്രമേ ആവുള്ളൂ, അവർക്ക് ഉസൂൽ ഉണ്ടാവൂല. മജ്ദൂബൂന ഫഖത്ത്, വേറൊരു കൂട്ടര് മജ്ദൂബീങ്ങൾ മാത്രമാകും. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഹദ്റത്തിൽ ചെന്നു ആ ഫനായിൽ മാത്രമായി നിൽക്കുന്നവർ, അവർക്ക് സഹ്വ് ഉണ്ടാവൂല. മജ്ദൂബീങ്ങൾ മാത്രം. 2. മൂന്നാമത്തെ വിഭാഗം സാലിക്കൂന സുമ്മ മജ്ദൂബൂന, അവർ സാലിക്കീങ്ങളാണ്. ഓരോരോ അഖബകളും വിട്ടുകടന്നു, പിന്നീട് അവര് മജ്ദൂബിന്റെ മർത്തബയിലേക്ക് എത്തി, നിഹായിലെത്തി എന്നർത്ഥം. മജ്ദൂബീങ്ങളായ നിഹായിലെത്തി. ആ നിഹായിന്റെ മജ്ദൂബിന്റെ പൂർണ്ണമായ മജ്ദൂബിന്റെ സ്വഭാവമാണ് ആ ഹദ്റത്തിൽ എത്തിയതിന്റെ ശേഷം, വാസിലായതിന്റെ ശേഷം, ഫനായിലെത്തിയതിന്റെ ശേഷം അവർക്ക് സഹ്വും കൂടി വന്നു, ബക്കായിലെത്തിയവർ. 4ാമത്തെ വിഭാഗം മജ്ദൂബൂന സുമ്മ സാലിക്കൂന, ആദ്യം മജ്ദൂബീങ്ങൾ, പിന്നീട് അവർ സാലിക്കീങ്ങളായി വരും. അങ്ങനെയുള്ള വിഭാഗങ്ങളുണ്ട്. ഫല്ലവ്വലാനി ലാ യസ്ലഹാനി ലിത്തർബിയത്തി വൽ ഇർഷാദ്. ആദ്യത്തെ 2 വിഭാഗം വെറും മുരീദന്മാര്, അല്ലെങ്കിൽ വെറും ജദ്ബിൽ മാത്രമുള്ള ആളുകൾ, അവർ ഒരിക്കലും തർബിയത്തിലേക്ക് യോഗ്യരായി വരൂല, ഇർഷാദിലേക്ക് യോഗ്യരായൂല, അവർ ശൈഖന്മാരായി വരൂല. അമ്മ സാലിക്കു ഫഖത്ത് ഫലിഅന്നഹു ളാഹിരിയ്യും മഹ്ളുൻ. കാരണം വെറും മുരീദാകുന്ന സാലിക്ക് എന്നും ഒരാളെ പിന്നെ തന്നെയാണ്, ഓന് കമാലിലേക്ക് എത്തണില്ല. അങ്ങനെയുള്ളവൻ വെറും ളാഹിരി മാത്രമാണ്, അവൻ പുറന്തോട് മാത്രമേ രുചിക്കുന്നുള്ളൂ, ഉള്ളിലേക്ക് എത്തണില്ല. അവന് ഈ ആലമും കുറെ അദ്കാറും കുറെ കാര്യങ്ങളും കുറെ തീറ്റും കൂട്ടിയും ദിക്റുമായിട്ട് നടക്കുകയാണ്. അവന് ഫർള് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് നടക്കുകയാണ്. ആ വിഭാഗം അദ്ദേഹത്തെ ശൈഖാക്കാൻ പറ്റൂല. പക്ഷെ അതിനർത്ഥം അയാൾക്ക് നിലവാരമില്ല, സ്ഥാനമില്ല എന്നല്ല. നമ്മള് ഈ വലിയ വലിയ മുരീദന്മാർ തന്നെയാണ് അവർ, പക്ഷെ തർബിയത്തിന്റെ അവസ്ഥ അവരെത്തിയിട്ടില്ല. ഫലാ നൂറ ലഹു ഫീ ബാത്തിനിഹി, അവന്റെ ബാത്തിൽ നൂറില്ല, എങ്ങളുടെ നൂറാണ്. യുജ്ദബു ബിഹി, ആ നൂറ് കൊണ്ടാണ് അവനെ ജദ്ബ് ചെയ്യപ്പെടുക. അങ്ങനെയുള്ളതായിരിക്കുന്ന നൂറ് ഉള്ളിലില്ല. വല്ലാഹിരി മാത്രമാണ്, ലാഹിറില് ശരീഅത്തനുസരിച്ച് ജീവിക്കുന്നവർ, അതോടുകൂടെ അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നവർ, എല്ലാ സുന്നത്തുകളും അദ്കാറുകളും ചെയ്ത് ജീവിക്കുന്ന മഹാനാണ്, ശൈഖായിട്ടില്ല. വഅമ്മൽ മജ്ദൂബ് ഫഖത്ത്, പിന്നെ മജ്ദൂബ് മാത്രമായവൻ, അവൻ സുലൂക്കിൽ പ്രവേശിച്ചിട്ടില്ല, അവൻ നിഹായത്തിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെയുള്ള വെറും മജ്ദൂബ്. ഫലാ സുലൂക ഇൻദഹു യസീറു ബിഹി, അതുകൊണ്ട് അവൻ നടക്കാൻ അവനിക്ക് തന്നെ സുലൂക്കില്ലല്ലോ. മറ്റൊരാളെ തർബിയത്താക്ക് സുലൂക്കിന്റെ വഴിയിൽ കൂടെയാണ്. ഇവനിക്ക് എന്താ സുലൂക്ക് അറിയില്ലല്ലോ, ഒരതിന്റെ വഴിയിൽ പ്രവേശിച്ചിട്ടില്ലല്ലോ. വല്ലാഖറാനി, അവസാനം പറഞ്ഞ 2 വിഭാഗം, സാലിക്കായി പിന്നീട് മജ്ദൂബായി, അല്ലെങ്കിൽ മജ്ദൂബായി പിന്നീട് സാലിക്കായി. ഇങ്ങനെയുള്ള ഈ 2 വിഭാഗവും
തെർബിയത്തിനിക്ക് പറ്റും. മഅഫ്ലിയത്തിൽ അവ്വലി സാലിക്കായി മജ്ദൂബായി കമാലിലേക്ക് എത്തി, എന്നിട്ട് ഫനായിന്റെ ശേഷം ബക്കായിലേക്ക് എത്തിയ മഹാൻ അവരാണ് ഏറ്റവും പോരിശയായ വലിയ ശൈഖന്മാർ. അങ്ങനെയുള്ളവരായിരിക്കും വലിയ ശൈഖന്മാരെല്ലാവരും. വളരെ എല്ലാ സുലൂക്കിന്റെ വഴിയിലും താണ്ടിയവരായിരിക്കും. പക്ഷേ നാം ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഓരോരോ അക്കബകളും മുറിച്ചു കടക്കാൻ സാലിക്കാവാൻ കുറേ കാലങ്ങൾ വേണം എന്നില്ല. അത് ഒരു ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാ മർത്തബകളെയും ഛേദിച്ച് എല്ലാത്തിനെയും വിട്ടുകടന്ന് പെട്ടെന്ന് ജദ്ബിന്റെ ശേഷം ബഖാ അവിടേക്ക് എത്താൻ കഴിയും. അതിന് ടൈം കുറേ വേണമെന്നില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരാള് പെട്ടെന്ന് വലിയ ശൈഖായതുകൊണ്ട് വെറും ജദ്ബ് മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റൂല. والآخران يصلحان للتربية مع أفضلية الأولي. صلى الله على محمد صلى الله عليه وسلم.